എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നവരാത്രിയോടനുബന്ധിച്ച് ഇന്ന് നമുക്ക് പരിപാടിയുള്ളത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിനടുത്ത് നഗരൂരാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിപാടി വിശേഷങ്ങളാണ്. നമുക്ക് ക്ഷേത്രത്തിൽ ചെന്നിട്ട് മറ്റു കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ നമ്മൾ മാവേലിക്കരയിൽ എത്തിയിരിക്കുകയാണ്. മാവേലിക്കരയ്ക്ക് അടുത്തുള്ള വാത്തിക്കുളം ശ്രീദേവി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ ഓട്ടംതുള്ളലല്ല, ഇന്ന് തുള്ളൽ ത്രയം എന്ന പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രവും പരിസരമൊക്കെ. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ 3ാമത്തെ തവണയാണ് തുള്ളൽ ത്രയം എന്ന പരിപാടി അവതരിപ്പിക്കാൻ എത്തിച്ചേരുന്നത്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരിക്കൽ കണ്ടിട്ടുള്ളവർ വീണ്ടും വീണ്ടും ഈ പരിപാടി വേണമെന്ന് പറഞ്ഞ് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അതുതന്നെയാണ് കലാകാരന്മാരായ ഞങ്ങൾക്കുള്ള സന്തോഷം. അപ്പോൾ നമ്മൾ തുള്ളൽ ത്രയത്തിൻ്റെ അണിയറ കാഴ്ചകളിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ 2 വേഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കച്ച ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓട്ടം തുള്ളലിനും അതുപോലെ ശീതകം തുള്ളലിനും കച്ച ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 2 കച്ച ഒരേ സമയം നമുക്ക് പെട്ടെന്ന് തന്നെ ഇടേണ്ടതുണ്ട്. അതിനുശേഷം മേക്കപ്പ് കാര്യങ്ങളിലേക്ക് കിടക്കും. തുള്ളൽ ത്രയം എന്ന് പറയുന്നത് ഓട്ടംതുള്ളൽ, ശീതകം തുള്ളൽ, പറയാൻ തുള്ളൽ എന്നിങ്ങനെയുള്ള 3 തരം തുള്ളൽ ഒരേ സമയം ഒരു വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ദൃശ്യാവിഷ്കാരമാണ്. ഒരു കഥയെ ആസ്പദമാക്കി അതിലെ കഥാപാത്രങ്ങളെ നമ്മൾ ഓരോ വേഷത്തിലൂടെ കാണികളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. കല്യാണ സൗഗന്ധികം എന്ന കഥയിലെ ഭീമസേനനായി ഓട്ടംതുള്ളൽ വേഷവും, ശ്രീ ഹനുമാനായി ശീതകം തുള്ളൽ വേഷവും, പാഞ്ചാലിയായി പറയാൻ തുള്ളൽ വേഷവുമാണ് രംഗത്തെത്തുന്നത്. അത്യപൂർവമായി മാത്രം മേജർ ക്ഷേത്രങ്ങളിലൊക്കെ മാത്രം അവതരിപ്പിക്കപ്പെടാറുള്ള പറയാൻ തുള്ളൽ, അതിൻ്റെ ഒരു ചെറിയ രൂപം കാണുവാനുള്ള ഒരു ഭാഗ്യം കൂടി ഇതിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. കാരണം പറയാൻ തുള്ളൽ അങ്ങനെ എല്ലാ വേദികളിലുമൊന്നും അവതരിപ്പിക്കപ്പെടാറില്ല, അല്ലെങ്കിൽ ആവശ്യപ്പെടാറില്ല. പക്ഷേ ഇങ്ങനെയൊരു തുള്ളലുണ്ട്, ഇതാണ് പറയാൻ തുള്ളൽ എന്നെങ്കിലും നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ നമുക്ക് കാണികളായിട്ട് വന്നിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് തുള്ളൽ ത്രയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടി. 3 വേഷങ്ങളും നമ്മൾ അണിയറ പ്രവർത്തനത്തിൽ ആദ്യം കച്ചയിടുന്നു. അത് കഴിഞ്ഞ് നേരെ മേക്കപ്പിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മുന്നോടിയായി പണ്ട് കാലത്ത് നമുക്ക് കുരുത്തോല ഉണ്ടാക്കേണ്ട ഒരു ചുമതല കൂടി ഉണ്ടായിരുന്നു. ശീതകം തുള്ളൽ വേഷത്തിന് നമുക്കറിയാം മേക്കോപ്പുകൾക്ക് പുറമെ ശീതങ്ങനെ കുരുത്തോല കൊണ്ട് നിർമ്മിച്ച മെയ്യാഭരണങ്ങളും കൂടെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നിർമ്മിക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ കുരുത്തോല ഒരു ലഭ്യത കുറവ്, അതുപോലെ തന്നെ തെങ്ങിൽ കയറി കുരുത്തോല എടുക്കുവാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കുരുത്തോലയോട് സമാനമായിട്ടുള്ള സിന്തറ്റിക് കൊണ്ട് നിർമ്മിച്ച ഓലയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഓലയല്ല എന്ന് നമുക്ക് തോന്നില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ഓലയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ തുള്ളൽ ത്രയത്തിന് ഏകദേശം 2-2.5 മണിക്കൂറോളം നമ്മുടെ അണിയറ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് കണക്കാക്കി വേണം നമ്മൾ വേദിയിലെത്തുന്നതിന് മുമ്പ് അമ്പലത്തിലെത്തി അണിയറ എല്ലാം സജ്ജീകരിക്കാനായിട്ട്. പ്രധാനമായിട്ടും തുള്ളൽ ത്രയത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് തുള്ളലിന് ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള വാദ്യങ്ങൾ തന്നെയാണ്. മെയിനായിട്ട് മൃദംഗം, 2 വായ്പ്പാട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഇടയ്ക്ക, ഒരു ചെണ്ട. ഇടയ്ക്കയും ചെണ്ടയും ഒരാൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഭീമസേനൻ്റെ വരവോട് കൂടിയാണ് ഇടയ്ക്കയിൽ നിന്ന് മാറിയത് ചെണ്ടയിലേക്ക് ആകുന്നത്. അപ്പോൾ അത് കാണികളിൽ നല്ല രീതിയിലുള്ള ഇമ്പം ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെണ്ടയും ഒരു പ്രധാന ഘടകമായി തുള്ളൽ ത്രയത്തിൽ ഉപയോഗിച്ചു പോരുന്നുണ്ട്. അങ്ങനെ മുഖത്തെഴുത്തിനൊക്കെ ശേഷം കലാകാരന്മാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേഷം കെട്ടി കൊടുക്കുകയാണ്. എല്ലാവരും പ്രൊഫഷണൽ അധ്യാപകരും അതുപോലെ തന്നെ തുള്ളൽ കലാകാരന്മാരും ഒക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേഷം കെട്ടിക്കൊടുക്കാൻ പ്രത്യേകിച്ച് മറ്റൊരാളുടെ അല്ലെങ്കിൽ വേറൊരു സഹായം ആവശ്യമില്ല. അങ്ങനെ 3 വേഷങ്ങളും തയ്യാറായതിനു ശേഷം മാത്രമേ പിന്നണി കലാകാരന്മാർ വേദിയിലേക്ക് കയറി സൗണ്ട് ചെക്ക് ചെയ്ത് നമ്മുടെ പരിപാടിക്കുള്ള അനൗൺസ്മെൻറ്റ് ആരംഭിക്കുകയാണ്. ഇതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച സിന്തറ്റിക് കൊണ്ട് നിർമ്മിച്ച ശീതകം തുള്ളലിൻ്റെ ഓല. ഇത് കണ്ടാൽ സിന്തറ്റിക് ആണെന്ന് നമുക്ക് തോന്നുകയില്ല. അതുപോലെ തന്നെ പറയാൻ തുള്ളലും അതിനോടൊപ്പം തന്നെ വേഷം പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരെ വേദിയിലേക്ക് കയറുന്നു, നമ്മുടെ സൗണ്ട് ചെക്ക് ചെയ്യുന്നു, ശേഷം നമ്മുടെ പരിപാടി ആരംഭിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.